ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കഥ പറഞ്ഞാലോ? ഒരു സിനിമയുടെ കഥയാണ്. അതൊരു സാധാരണ കഥയല്ല. പ്രതികാരത്തിന്റെയും നീതിയുടെയും മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട ചിന്തകളുടെയും കഥ. ആ സിനിമയുടെ പേരാണ് മാർഗൻ. നമ്മുടെ കഥ തുടങ്ങുന്നത് രമ്യ എന്നൊരു പെൺകുട്ടിയുടെ മരണത്തോടെയാണ്. അവളെ ആരോ രാസവസ്തു കുത്തിവെച്ച് ശരീരം കരിവാളിപ്പിച്ച് അതിക്രൂരമായി കൊന്നു. ഈ കേസ് കൈകാര്യം ചെയ്യാൻ സാധാരണ പോലീസുകാർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ഈ കൊലപാതകത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മുൻ ADGP ആയിരുന്ന ധ്രുവ ഗുവാറക്കിന്റെ മകൾ പ്രിയ മരിച്ചതും ഇതേ രീതിയിലായിരുന്നു. ആ കേസ് ധ്രുവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇപ്പോൾ ഇതാണത്തെ ക്രൂരത വീണ്ടും ആവർത്തിക്കുന്നു. മകളുടെ ഓർമ്മകളിൽ നീറി ജീവിച്ചിരുന്ന ധ്രുവ് ഈ കേസിന്റെ വാർത്തയറിഞ്ഞ് മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് പറഞ്ഞെത്തുന്നു. ഔദ്യോഗികമായ ചുമതലയൊന്നും ഏറ്റെടുക്കാതെ തന്നെ ഇൻസ്പെക്ടർ ശ്രുതിയുടെയും കോൺസ്റ്റബിൾ കാളിയുടെയും സഹായത്തോടെ അയാൾ രമ്യയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യം സംശയം തോന്നിയത് രാമയുടെ കാമുകൻ കാർത്തിക്കിനെയാണ്. അവനെ ചോദ്യം ചെയ്യുമ്പോൾ ധ്രുവിന് ഒരു സൂചന കിട്ടി. രമ്യയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയിലെ ലോക്കറ്റ് കാണാനില്ല. അതൊരു ചെറിയ തുമ്പായിരുന്നു, പക്ഷേ അതൊരു വലിയ വഴിത്തിരിവായി മാറാൻ പോകുകയാണെന്ന് ധ്രുവിന് മനസ്സിലായി. പിന്നീട് അന്വേഷണം ചെന്നെത്തിയത് ഒരു പ്രത്യേക കഴിവുകളുള്ള ഒരാളിലേക്കാണ്. തമിഴറിവ് എന്ന നീന്തൽക്കാരൻ. ഒരു നീണ്ട ശ്വാസമെടുത്ത് വെള്ളത്തിനടിയിൽ പോയി വന്നാൽ അവന്റെ ഓർമ്മകൾക്ക് കൂടുതൽ വ്യക്തത കിട്ടും. അവൻ രമ്യയുടെ മുൻ കാമുകനായിരുന്നു. പക്ഷേ രമ്യയെ താൻ കൊന്നിട്ടില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ ഓർമ്മശക്തി ഉപയോഗിച്ച് കേസ് തെളിയിക്കാൻ സഹായിക്കണമെന്ന് ധ്രുവ അവനോട് അപേക്ഷിച്ചു. അങ്ങനെ തമിഴറിവിന്റെ സൂചനകളെ പിന്തുടർന്ന് അവർ കോവിലമ്പാക്കം എന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു അന്ധയായ പെൺകുട്ടി മൂങ്ങയുടെ ശബ്ദത്തെക്കുറിച്ചും മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ചുമൊക്കെ പറയുന്നത് കേസിനെ കൂടുതൽ ദുരൂഹമാക്കി. കഥ മുന്നോട്ടു പോകുമ്പോൾ മറ്റൊരു കൊലപാതകം കൂടി നടക്കുന്നു. ഇത്തവണ ഇരയായത് ഡോക്ടർ ശാലിനി എന്നൊരു കോസ്മെറ്റോളജിസ്റ്റാണ്. ഇതോടെ അന്വേഷണം കൂടുതൽ സങ്കീർണമായി. ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ ആരാണ്? അപ്പോഴാണ് വെണ്ണില എന്നൊരു മോഡലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ധ്രുവിന് ലഭിക്കുന്നത്. ഒരു വലിയ സിനിമയിൽ നായികയാകാൻ വേണ്ടി അവൾ തന്റെ നിറം മാറ്റാനുള്ള ചികിത്സകൾ ചെയ്തിരുന്നു. പക്ഷേ സിനിമയുടെ നിർമ്മാതാവായ സന വെണ്ണിലയെ ഒഴിവാക്കി ആ റോൾ സ്വന്തമാക്കുന്നു. വെളുത്ത നിറമുള്ളതുകൊണ്ടാണ് സനയ്ക്ക് ആ റോൾ കിട്ടിയതെന്ന് വിശ്വസിച്ച വെണ്ണില പ്രതികാരദാഹിയായി മാറുന്നു. അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തുവരുന്നത്. വെണ്ണിലയുടെ യഥാർത്ഥ പേര് മേഘ എന്നാണ്. അവളുടെ കാമുകൻ സാദിഖ് അവളുടെ ഇരുണ്ട നിറത്തെ കളിയാക്കിയതായിരുന്നു അവളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണം. സാദിഖിനെ കൊന്നശേഷം മേഘ വെണ്ണിലയായി മാറുന്നു. പിന്നീട് താൻ ആഗ്രഹിച്ചതെല്ലാം വെളുത്ത നിറമില്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ച അവൾ രാമയെയും ഡോക്ടർ ശാലിനിയെയും കൊല്ലുന്നു. അടുത്ത ഇര സനയായിരുന്നു. ഭാഗ്യവശാൽ ധ്രുവ കൃത്യസമയത്ത് അവിടെ എത്തുകയും വെണ്ണിലയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ സനയുടെ ജീവൻ രക്ഷിക്കപ്പെടുന്നു. സിനിമയുടെ അവസാനം കാർത്തിക് വെണ്ണിലയുടെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് പറയുന്നു, ഈ ലോകത്തിന്റെ വെളുത്ത നിറത്തോടുള്ള ഭ്രമമാണ് അവളെ ഒരു കൊലയാളിയാക്കിയത്. മാർഗൻ വെറുമൊരു ക്രൈം ത്രില്ലറല്ല. നിറത്തിന്റെ പേരിൽ സമൂഹം ഒരു വ്യക്തിയെ എങ്ങനെ മാനസികമായി തകർക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ശക്തമായൊരു പ്രസ്താവന കൂടിയാണത്. വിജയ ആന്യയുടെ ഗംഭീര പ്രകടനവും മികച്ച തിരക്കഥയും സംവിധാനവും ഈ സിനിമയെ ഒരു മികച്ച കാഴ്ചാനുഭവമാക്കി മാറ്റുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.